രാഹുൽ ഗാന്ധിയുടെ വോട്ടുകൊള്ള പത്രസമ്മേളനത്തിൻ്റെ രണ്ടാം രംഗം ഇന്ന് നടന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കേരളത്തിലെ മാധ്യമങ്ങൾ, വിശിഷ്യ ഏഷ്യാനെറ്റ്, കഴിഞ്ഞ തവണത്തെ വലിയ ആവേശമൊന്നും കാണിച്ചില്ല, ആഘോഷമില്ല. അത് എന്താണെന്ന് ഏതാണ്ട് മാധ്യമങ്ങൾക്ക് മനസ്സിലായി, ഇത് കാറ്റുപോയ ബലൂണാണെന്ന്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം ശ്രദ്ധിച്ചല്ലോ അല്ലേ? നമ്മൾ തുടങ്ങിയപ്പോഴേ ആദ്യത്തെ പോയിന്റ് തന്നെ പാളി. അത് വ്യാജമാണ്, വ്യാജ പ്രചാരണമാണ്. അതായത് പോലീസിന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് കത്തയക്കാനോ സമൺ ചെയ്യാനോ രേഖകൾ ആവശ്യപ്പെടാനോ ഒരധികാരവുമില്ല എന്ന വസ്തുത നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞു. പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ മറ്റ് ആരോപണങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ വസ്തുതകൾ? അതായത് 2023 കർണാടക നിയമസഭ തെരഞ്ഞെടുപ്പ് അലന്ത് മണ്ഡലം എന്ന് പറയുന്നത് കാലബുർഗി ആണ്. ബീദർ ലോക്സഭ, ആ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലമാണ് ഈ കാലബുർഗി, അലന്ത് കാലബുർഗി ജില്ലയിലെ അലന്ത്. അപ്പോൾ അവിടെ 6018 വോട്ട് ഡിലീറ്റ് ചെയ്തു എന്നാണ് ഇയാൾ പറയുന്നത്. അത് പിടിക്കുകയും ചെയ്തു. BLO, അതായത് ഒരു ബൂത്ത് ലെവൽ ഓഫീസറിൻ്റെ അമ്മാവൻ്റെ വോട്ട് ഇങ്ങനെ കള്ളമായിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് വോട്ടർ പട്ടികയിൽ നീക്കി. അയൽക്കാരനാണ് നീക്കുന്നത്. അപ്പോൾ അയൽക്കാരനോട് ചോദിച്ചു BLO, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ അയൽക്കാരൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാനൊന്നുമല്ല. അപ്പോൾ ഈ നീക്കിയ ആളോ ഈ നീക്കിയതായിട്ട് പറയുന്ന ആളോ രണ്ടുപേരും ഈ വിവരം അറിഞ്ഞിട്ടില്ല. കാരണം ഒരാൾ അപേക്ഷിച്ചിട്ടല്ല അയാളെ നീക്കുന്നത്. അല്ല, നമുക്ക് ഒരാൾ മരിച്ച ആളാണ്, സ്ഥലത്തില്ല, വേറെ മണ്ഡലത്തിൽ വോട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിലും അപേക്ഷ കൊടുത്ത് ഒരാളുടെ വോട്ട് നീക്കാൻ പറ്റും. നീക്കാം. അപ്പോൾ ഇതാണ് ഈ പറയുന്നത്. അങ്ങനെ 6018 അപേക്ഷകൾ ഡിലീറ്റ് ചെയ്തു. ഇത് ആൾമാറാട്ടമാണ് എന്നാണല്ലോ ഈ രാഹുൽ ഗാന്ധിയുടെ. എന്നിട്ട് ആ മണ്ഡലത്തിൽ ആരാ ജയിച്ചത്? അത് പാർട്ടിയിൽ കോൺഗ്രസ് തന്നെ ജയിച്ചു. അത് ശരി. അപ്പൊ മിക്കവാറും കോൺഗ്രസ്സുകാർ ഡിലീറ്റ് ചെയ്ത് BJP-കാരുടെ വോട്ടുകളായിരിക്കും. അതെ, മുമ്പൊരു BJP അവിടെ 87 വോട്ടിന് ജയിച്ചിട്ടുണ്ട് ആ മണ്ഡലത്തിൽ, അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പില്. അപ്പൊ ഇതിന്റെ സംഭവം എന്താന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇപ്പൊ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യത്തില് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഒരു FIR രജിസ്റ്റർ ചെയ്താണ്. അതായത് 6018 വോട്ട് അവിടെ നിന്ന് നീക്കുകയല്ല ചെയ്തത്, നീക്കാനുള്ള ഒരു ശ്രമം പുറത്തു നിന്നുണ്ടായി. അതറിഞ്ഞു, അതിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ. അതുകൊണ്ട് ഇതൊരു പുതിയ വാർത്തയായിട്ട് ഇയാൾ പറയുന്നത് ശരിയല്ല, അതിൽ കാര്യമില്ല. നമ്മൾ പത്രത്തിൽ ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ പത്രം നോക്കുമ്പോൾ മാതൃഭൂമിയിലുള്ള ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത മനോരമയിലില്ല. അപ്പൊ മനോരമയിൽ ഇത് മിസ്സായല്ലോ വായനക്കാർക്ക്. അത് മിസ്സായി രാവിലത്തെ മീറ്റിംഗിൽ ചോദ്യം വരും. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ് എഡിറ്ററോട് പറയും, മോനെ ആ വാർത്ത എടുത്തിട്ടൊന്ന് മാറ്റി എഴുതുക, അതിന്റെ ഇൻട്രോ ഒക്കെ മാറ്റി വേറൊരു ആദ്യ വാചകമൊക്കെ വെച്ച് ഒന്ന് റീഹാഷ് എന്നാണ് ഇതിന് പറയുന്നത്. എന്ന് പറയുന്ന പോലെ ഒരു റീഹാഷ് ആയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പത്രസമ്മേളനം എന്ന് പറയുന്നത്. പുതുതായിട്ട് അതിൻ്റെ അകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ തന്നെ കേസെടുത്തൊരു കാര്യം അത് പുറത്തു വന്ന് പറയുന്നു. ആ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ജ്ഞാനേഷ് കുമാറിനെ കുറെ ചീത്ത പറയുന്നു. ജ്ഞാനേഷ് കുമാർ ആണ് ഇതിൻ്റെയൊക്കെ നടത്തിപ്പുകാരൻ എന്നുള്ള മട്ടില്. അതിൻ്റെ കൂട്ടത്തിലാണ് പോലീസ് 18 കത്ത് അയച്ചു. പോലീസ് 18 കത്തയച്ചത് എന്തടിസ്ഥാനത്തിലാണ്? ഒരു കത്തയക്കുമ്പോൾ തന്നെ കേരളത്തിലെ ഈ ചീഫ് സെക്രട്ടറി അശോകന് ഇങ്ങനെ വേറെ ജോലി കൊടുക്കുന്ന പോലെ B അശോകന് മറ്റേ കാറ്റിൽ കേസ് കിടക്കുമ്പോഴും വേറെ ഓരോ ദിവസവും പുതിയ പോസ്റ്റിംഗ്, സ്റ്റേ നിലനിൽക്കുമ്പോഴും പുതിയ പോസ്റ്റിംഗ് എന്ന് പറയും. ഈ നിയമം അറിയാതെ ഇങ്ങനെ ചെയ്യുന്നത് പോലെ പോലീസിന് ഇലക്ഷൻ കമ്മീഷനെ വരട്ടാനായിട്ട് അധികാരമില്ല എന്ന് ആർക്കാ അറിയാത്തത്? അല്ല, ഇലക്ഷൻ കമ്മീഷനോട് ഒരു കാര്യം ചോദിക്കാനും അവരെ സമൺ ചെയ്യാനും ഉദ്യോഗസ്ഥരെ പോലും വിളിച്ചു വരുത്താൻ പോലീസിന് അധികാരം. അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലല്ലോ. കാരണം അതൊരു സ്വയംഭരണ ഭരണഘടനാ സ്ഥാപനമാണത്. അവരുടെ കാര്യങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിക്കും. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പോലീസിന്റെ മേലധികാരി ഇലക്ഷൻ കമ്മീഷൻ. അതാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇന്നടത്ത് പോകും, അത് ട്രാൻസ്ഫർ ഉൾപ്പെടെ ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. എല്ലാം ഒബ്സർവേഴ്സ് ആണ് ഇതിന്റെ മേൽനോട്ടക്കാര്. അവര് പറയുന്ന പോലെയാണ് ഓരോ മണ്ഡലത്തിലും കാര്യങ്ങൾ നടക്കുന്നത്, കോടികൾ പിടിക്കുന്നത്, കൊണ്ടുവരുന്നത്. ഇതൊക്കെ
പിന്നെ ഇതിന് ഇയാളോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണല്ലോ നേരത്തെ. ഇത് 45 ദിവസം 30 ദിവസം തുടങ്ങി ഇതിന് സംഭവമുണ്ട്. തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പ് കേസേ പറ്റുള്ളൂ. കോടതിയിൽ കൊണ്ടുപോയി ജയിച്ച ആൾക്ക് ഞാനല്ല മറ്റേ ആള് ജയിച്ചത് ശരിയായില്ല, തോറ്റ ആൾക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാം. മാത്രമല്ല രാഹുൽ ഗാന്ധി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇലക്ഷൻ ഒരാഴ്ചക്കകം കർണാടക പോലീസിന് മറുപടി കൊടുക്കണം. എന്താണിത്? എന്ത് പോഴത്തമാണിത്? ഇത്രയും മണ്ടന്മാരാണോ ഈ പ്രേക്ഷകർ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? അല്ല, മണ്ടന്മാരല്ല സാർ. ഇത് രാഹുൽ ഗാന്ധിക്ക് ഇത് കൃത്യമായി ബോധ്യമുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ സംസാരിക്കുന്നു, നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ അവർക്കൊക്കെ മനസ്സിലായി. ഇതൊന്നും അറിയാത്ത സാധാരണക്കാരായ കുറേ ജനങ്ങളുണ്ട്, അവരെ പറ്റിക്കാം. പോലീസ് 18 പ്രാവശ്യം മറുപടി കൊടുക്കാത്തത് അതെന്താ? അപ്പോൾ അവർക്ക് എന്തോ ഒളിക്കാനുള്ളതുകൊണ്ടല്ലേ എന്നൊക്കെ വിശ്വസിക്കുന്ന പാവങ്ങളായ കുറേ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഉണ്ടാക്കുന്ന ഒരു നാറേറ്റീവാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണമെങ്കിൽ പോലീസിനെ നീക്കം ചെയ്യാം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ DGPയെ നീക്കം ചെയ്യാം. അതെ, തെരഞ്ഞെടുപ്പ് DGPയെ മാറ്റിയിട്ടുണ്ട് എത്രയോ തവണ മാറ്റിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താഴെയാണ് തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ പോലീസ് എന്ന് പറയുന്നത്. പോലീസ് ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഉപകരണം മാത്രം. അതെ, അവരാണ് നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇലക്ഷൻ കമ്മീഷനോട് തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചിട്ട് ഇലക്ഷൻ പെറ്റീഷൻ മാത്രമാണ്. തോറ്റ ആൾക്ക് കൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് ആൾ കൊടുക്കില്ലല്ലോ. അതെ, 45 ദിവസത്തിനകം കൊടുക്കണം. മറ്റേ പരാതികൾ ഈ വോട്ടർ പട്ടിക ഉണ്ടായി 30 ദിവസത്തിനകം, അത് ഇലക്ഷന് മുമ്പ് വോട്ടർ പട്ടിക ഉണ്ടായി 30 ദിവസത്തിനകം, അത് അവസാനം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച കരട് പട്ടിക നേരത്തെ വരും. കരട് പട്ടിക വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാർക്കും ഒക്കെ പാർട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. കരട് ഒറിജിനൽ കൊടുക്കും. അപ്പൊ അവർക്ക് പരാതികൾ ഉണ്ടെങ്കിൽ പറയാം. ഇതാണ് ഇതിന്റെയൊക്കെ നിയമം. അഡീഷൻ ആണെങ്കിലും കൊള്ളാം, ഡെലീഷൻ ആണെങ്കിലും കൊള്ളാം. പിന്നെ ഇത് അണ്ടർ ഓത്ത് കൊടുക്കണമെന്നുണ്ട്. അതെ, അതെന്തിനാണ്? സത്യം ചെയ്യുന്നത് സത്യപ്രതിജ്ഞ. കാരണം വ്യാജമായ കാര്യം പറഞ്ഞാൽ നടപടി വരും. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പോകുന്നില്ല. അപ്പൊ ഇങ്ങനെ ആവശ്യമില്ലാതെ പിന്നെ കൊണ്ടുപോയി കൊടുത്താൽ മറ്റേത് 23B നിയമം അണ്ടർ ഓത്ത്, മറ്റേത് 17 വകുപ്പ്. അതനുസരിച്ചിട്ട് സമയപരിധി കഴിഞ്ഞിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തള്ളിക്കളയും. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി ഉൾപ്പെടെ ഒരു കോടതിക്കും അതിൽ ഇടപെടാൻ പറ്റില്ല. സുപ്രീം കോടതിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്ര വിപുലമായ അധികാരങ്ങളും സംരക്ഷണയും ഭരണഘടന ഇലക്ഷൻ കമ്മീഷൻ നൽകുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഈ ജനാധിപത്യം നടന്നു പോകുന്നത്. അങ്ങനെയുള്ള ഇലക്ഷൻ കമ്മീഷനാണ് രാഹുൽ ഗാന്ധി കർണാടകയിൽ ഭരണം ഉണ്ടെന്ന് വെച്ച് നോട്ടീസ് അയപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിരട്ടുന്ന ആദ്യത്തെ പോഴനാണ് കേട്ടോ ഇയാള്. ഇന്ത്യയിൽ ഇത്രയും കൊല്ലം നമ്മൾ തെരഞ്ഞെടുപ്പൊക്കെ കവർ ചെയ്തിട്ട് ആദ്യമായിട്ട് ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ 18 മാസം ആയി 18 കത്ത് കൊടുത്തിട്ട് എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡെസ്റ്റിനേഷൻ IP ഡിവൈസിൻ്റെ പോലീസ് ചോദിക്കുക, ആ ഡെസ്റ്റിനേഷൻ IP ഇങ്ങതാ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിട്ട് പറഞ്ഞിരിക്കുക IP അഡ്രസ് അങ്ങ് ഇങ്ങതാ. ഇത് ചെയ്തവരുടെ OTP ട്രാക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങതാ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത്. ഭരണഘടനയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനൊന്നും ഈ കാര്യത്തിൽ ചോദ്യം ചെയ്യാനേ പറ്റില്ല. ഇതെന്താണെന്ന് വെച്ചാൽ പുറത്തു നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്, പുറത്തു നിന്ന് ആരോ ഇങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ആളുകളുടെ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാനും ഒക്കെ. ഇത് കോൺഗ്രസ്സുകാർ തന്നെയും ആകാം. അത് മറ്റേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കണ്ടുപിടിച്ചാൽ കേസാക്കി നടപടി എടുത്തിട്ട്. അത് കർണാടക പോലീസിന് അറിയാം. എന്നിട്ട് കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് ആണല്ലോ. ഒരു സാധനം ഒരു തിരക്കഥ അവിടെ നിന്ന് ഈ മഹാദേവപുര എന്ന് പറഞ്ഞ വ്യാജ കഥ ഉണ്ടാക്കിയ പോലെ ഒരു കഥ ഉണ്ടാക്കുന്നു. ഇനി ഈ മണ്ഡലത്തില് 2023 BR പട്ടീൽ കോൺഗ്രസ് ജയിച്ചു. ചെറിയ വോട്ടിനല്ല. അങ്ങനെയാണെങ്കിലും ആരോപണത്തിൽ കഴമ്പുണ്ട്. 10,000 വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. ചെറിയ വോട്ടല്ലല്ലോ നിയമസഭയിൽ. അപ്പോൾ 2013 BR പാട്ടീൽ ജയിച്ചു, ഇയാൾ തന്നെ. 2018 സുബേഷ് ഗട്ടാദാർ എന്ന് പറഞ്ഞ BJP സ്ഥാനാർത്ഥി ജയിച്ചു. 2023 BR പാർട്ടിയിൽ കോൺഗ്രസിന് 89,508 വോട്ട്, BJPക്ക് 79,160 വോട്ട്. 10,000 വോട്ടിന്റെ വ്യത്യാസമുണ്ട്. 2018
സുഭാഷ് ഗട്ടേദാർ BR പാട്ടീലിനെ തോൽപ്പിച്ചത് 87 വോട്ടിന് മാത്രമാണ്. വെറും 87 വോട്ടായിട്ടും അന്നുകൊണ്ട് കേസ് കൊടുത്തിട്ടില്ല, തെരഞ്ഞെടുപ്പ് കേസില്ല. ആ 87 വോട്ട് 2018 കിട്ടിയ സമയത്ത് ഈ ആരോപണം ഉന്നയിച്ചിരുന്നെങ്കിൽ പിന്നെ അതെ 10,000 സംഭവിച്ചത്രേ ഉള്ളൂ. അന്ന് 87 വോട്ടിന് BJP ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് പിന്നെ BJPയുള്ള സാധ്യത അടയ്ക്കാൻ വേണ്ടി ഇവന്മാർ തന്നെ ആയിരിക്കും ഒരു 6,000 വോട്ട് ഡിലീറ്റ് ചെയ്യാൻ നോക്കിയത്. അതായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. കാരണം BJPയുടെ 6,000 വോട്ട് എങ്ങനെയെങ്കിലും ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഹാക്കർമാരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അവർ പോഴന്മാരായിരിക്കുമല്ലോ. അത് ഉടനെ കണ്ടുപിടിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുത്തിരിക്കുകയാണ് ഇന്ന്. ഓൺലൈനിൽ ഡിലീഷൻ പറ്റില്ല. അതായത് പരാതിക്കാരനെ കേൾക്കാതെ ഇത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഓൺലൈനിൽ ഇത് ഡിലീറ്റ് ചെയ്തു എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണ്. അതിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് അറിയാമല്ലോ, ഒരാളെ ഒഴിവാക്കണമെങ്കിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ആളെ കേട്ട് അയാൾക്ക് പറയാനുള്ള കേട്ടിട്ട് മാത്രമേ ഒഴിവാക്കൂ ചെയ്യാൻ പറ്റുള്ളൂ. 2023 ഈ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല. ഈ അലന്തിൽ ഇങ്ങനെ ഒരു ശ്രമം ഉണ്ടായി, കേസ് കൊടുത്തു, FIR ഇലക്ഷൻ കമ്മീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതാണ്. പിന്നെ ഈ അജണ്ട വളരെ വ്യക്തമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ. രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞ? ദലിത്, ന്യൂനപക്ഷം, OBC, ആദിവാസി ഇവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഈ 6018 വോട്ട് ഇവരുടെയൊക്കെ ആയിരുന്നു. അവിടെ പേര് കാണുമ്പോൾ ഉടനെ അറിയാലോ ഏത് ജാതിയാണെന്നുള്ളത്. അതെ. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ നാടകങ്ങൾ തുടരും. അപഹാസ്യ നാടകങ്ങളാണ്. പക്ഷേ അതൊരു അപകടകരമായ ഒരു കാര്യമുണ്ട്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ആകെ അട്ടിമറിക്കുക, അതിനെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ഗുരുതരമായ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മ്യാൻമാറിലാണ് ചെയ്യുന്നത്. അതെ, കഴിഞ്ഞ മ്യാൻമാറിൽ നിന്ന് ഇത് ഉണ്ടാക്കി കൊടുക്കും. കഴിഞ്ഞ പ്രാവശ്യം ഈ ഡോക്യുമെന്റ് ഉണ്ടാക്കിയത് മ്യാൻമാറിലാണെന്ന് തെളിയിക്കപ്പെട്ടതാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.